നല്ലൊരാലും പുറകിലൊരു ആനയും നല്ല കാറ്റും അല്ലേ കുഞ്ഞുമോൻ ചേട്ടാ? നല്ല ഭഗവാനും. അതെ. നാരായണൻകുട്ടീനെ വഴി നടത്തുന്നത് കുഞ്ഞുമോൻ ചേട്ടനാണ്. 5 വർഷമായിട്ട് കൂടെ ഉണ്ട് അല്ലേ? ഓക്കെ, പറയൂ എന്തൊക്കെയാ നാരായണൻകുട്ടിയുടെ പ്രത്യേകതകൾ? നല്ല സ്വഭാവമാണ്, ശാന്ത സ്വഭാവമാണ്. പിന്നെ നീരിൽ വേറൊരു രീതിയാണ്. വേറൊരു നാരായണൻകുട്ടിയാണോ? നീരിൽ വേറൊരു നാരായണൻകുട്ടി. നീര് കഴിഞ്ഞ് അഴിക്കുന്നതോടു കൂടി അതിന്റെ ആ സ്വഭാവം മാറുന്നു. പിന്നെ ഒരു കുഞ്ഞിലെ വന്ന ആനയാണ് ഇവിടെ. അപ്പോൾ അതിനൊരു ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ആ സ്വഭാവം അനുസരിച്ച് നമ്മളതിനെ കൈകാര്യം ചെയ്താലേ എല്ലാ കാര്യത്തിനും ഇപ്പം മറ്റുള്ള ആനകൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നവരെ സഹകരിക്കണമെന്നില്ല. അപ്പോൾ ആ കാര്യം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നമ്മളതിനെ കൈകാര്യം ചെയ്താൽ ഒരു കുഴപ്പമില്ല. പണിക്ക് കുഴപ്പമില്ല, പരിപാടിക്ക് കുഴപ്പമില്ല, വെള്ളത്തിലൊരു കുഴപ്പമില്ല, ആന കഴുകുന്നതിനൊരു കുഴപ്പമില്ല. ഇപ്പം വെറുതെക്കാരൻ വന്ന് കഴുകിയെന്ന് പറഞ്ഞാലും ആനയ്ക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് തിന്നുന്ന കാര്യത്തിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം പുറത്തുനിന്ന് കൊടുത്താലും കൈ മേടിച്ച് ആന മേടിച്ച്. പിന്നെ ഉത്സവത്തിന് പോയാൽ ആനയ്ക്ക് ഉത്സവപ്പറമ്പിൽ വിളക്കുകാരനോടോ അല്ലെ മറ്റുള്ള ആനകളെ കൂട്ടാനെ കുത്തുന്നതോ അല്ലെ ഒരാളെ ഓടിക്കണമെന്നോ അല്ലെ ഉത്സവപ്പറമ്പിൽ വിളക്ക് തട്ടിക്കളയണമെന്നോ അങ്ങനെയുള്ളൊന്നും പ്രശ്നങ്ങളൊന്നും ആനയ്ക്കില്ല, ആനയെ സമ്മതിച്ച്. പിന്നെ അതിനൊരു രീതിയുണ്ട്, അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു.